സോ ഇന്ന് കെയർ ആൻഡ് ക്യൂറിൽ ഞങ്ങളെ എപ്പോഴും ഒരുപാട് ഹെൽത്തി ടിപ്സാണ് വിനി നമുക്ക് തരുന്നത്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയായ വേൾഡ് യോഗ ഡേ ആകുമ്പോൾ ഇന്ന് കുറച്ചും കൂടി ഹെൽത്തി കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു, കുറേ പേര് ഡയബറ്റിക്സിനെ കുറിച്ച് ചോദിച്ചു. ആൻഡ് ഇപ്പോൾ നമ്മൾ കുറച്ച് ലാസ്റ്റായിട്ട് പറഞ്ഞത് ആങ്കറിനെ കുറിച്ചാണ്. അപ്പം വിനി ഞാനും കൂടി ഇങ്ങനെ സംസാരിക്കായിരുന്നു. ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള സൂപ്പർ ഫുഡ്സും ഉണ്ട്. അപ്പം നമുക്കത് വിനിയോട് തന്നെ ചോദിച്ചറിയാം. വിനി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ വിനി പറയൂ, ദേഷ്യം ഞാൻ ഇപ്പം പറയാറുണ്ടല്ലോ, ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഫുഡ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. യെസ്. അപ്പോൾ അതെങ്ങനെയാണ്? ചില പ്രഷർ പോയിന്റ്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ ചില ഫുഡ്സ് നമ്മൾ കഴിക്കുമ്പോഴും ചില സ്മെല്ല് നമ്മൾ ഇതാവുമ്പോഴും യു വിൽ ബി വെരി വെരി ഇംപ്രസ്ഡ് ബേസിക്കലി. അപ്പോൾ ആ ആങ്കർ കൺട്രോൾ ഫുഡ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ഫുഡാണ് സെലറി. ഒരു ലോങ് ആയിട്ട് കാണുന്ന ആ ഒരു സെലറിയുടെ തണ്ടുണ്ടല്ലോ, ഇഫ് യു ക്യാൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ഒരു തോരൻ പോലെ കഴിച്ചാലും മതി. ഈ ഭയങ്കര ആങ്സൈറ്റി ആൻഡ് ഭയങ്കര ദേഷ്യം വരുന്ന ആൾക്കാർക്ക് സെലറി യൂസ് ചെയ്ത് കഴിയണമെന്നുണ്ടെങ്കിൽ യു വിൽ ബി റിയലി സർപ്രൈസ് ടു സീ ഹൗ വെൽ യു ആർ മെയിൻറ്റെയിനിങ് യുവർ ആങ്കർ. ഓക്കെ, ആ ഒരു ഇമ്പൾസ് നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാം. ഒന്ന്. രണ്ട്, പൈനാപ്പിൾ ഒന്ന് ഗ്രിൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ സിനമൻ ഇട്ടിട്ട് ആ സ്മെല്ല് that also like a barbecue. അതുകൊണ്ടാണ് നമ്മൾ ഒരു വളരെ അധികം ഫുഡ് കഴിച്ചതിന് ശേഷം when you notice there many hotels and restaurants will have ഒരു pineapple cinnamon ഇതുണ്ടാവും. That will completely cool your almost all your hormones. അതിനു വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. ഓക്കെ വിനി, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹായ്, പേര് പറയൂ. എന്റെ പേര് സൗമ്യ. സൗമ്യ, എവിടുന്ന് വിളിക്കുന്നത്? ഞാൻ അബുദാബിന്ന് വിളിക്കുന്നത്. ഓക്കെ, വിനിയുണ്ട്, ചോദിച്ചോളൂ. ഹായ് സൗമ്യ. ഹായ് വിനി, പറയൂ. എനിക്ക് വിനിയുടെ പ്രോഗ്രാം നല്ല ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. വിനി പറഞ്ഞിട്ട് ഞങ്ങള് ചിയാ സീഡ്സ് മേടിച്ചു. ഓക്കെ. പക്ഷെ അത് ആക്ച്വലി എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്, 7 months. അപ്പൊ എനിക്ക് അത് കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? വളരെയധികം കുഴപ്പമുണ്ട്. ഓക്കെ. ബിക്കോസ് ചിയാ സീഡ്സ് ആരാ കഴിച്ചേ? എന്റെ ഹസ്ബൻഡാ കഴിച്ചത്. നോ പ്രോബ്ലം. പുള്ളിക്ക് ചിയ സീഡ് കൊടുത്തോളൂ. 7 months ഫീഡിംഗ് അല്ലേ? അതെ. പ്ലീസ് ഡോണ്ട്. ഓക്കെ, പ്ലീസ് ചിയ സീഡ്സ് വേണ്ട. ബിക്കോസ് അതൊരു കുട്ടിക്ക് വല്ലാണ്ട് വയറ് ബ്ലോട്ട് ചെയ്യുന്ന പോലെ വരും. ഓക്കെ, ആൻഡ് യു ഡോണ്ട് ട്രൈ ടു ലൂസ് യുവർ വെയിറ്റ് നൗ. ഗോ ഓൺ വിത്ത് ശരിക്കും ഒന്ന് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ട്. ഞാൻ ഡയറ്റ് നോക്കണില്ല, അപ്പൊ ഹസ്ബൻഡിന് വേണ്ടി തന്നെ മേടിച്ചു. അപ്പൊ ഒരു പ്രാവശ്യം ഞാനത് കഴിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, കാരണം ഹണിയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞപ്പോ ചിയ സീഡ്സ് ബേസിക്കലി ഇറ്റ് ഹാസ് ഗോട്ട് B6 and B12. ഓക്കെ, ആ B6ഉം B12ഉം വാവയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവൽ എത്തിയിട്ടില്ല. ഓക്കെ, സോ ഫീഡ് ചെയ്യൂ. ഇപ്പൊ അതിനെ കുറിച്ച് വറി ചെയ്യണ്ട. യു ഗോ ഓൺ വിത്ത് എ വെരി കറക്റ്റ് ആൻഡ് പ്രോട്ടീൻ ന്യൂട്രീഷ്യസ് ഫുഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യൂ. ആൻഡ് ലേറ്റർ ഓൺ വിൽ സ്റ്റാർട്ട് ഫ്രം വെൻ ഷീ ഈസ് ബേബി ബോയ് ഓർ ബേബി ഗേൾ? ബേബി ബോയ്. ഓക്കെ, നോ പ്രോബ്ലം. ഒരു 2.5 years ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം. ഓക്കെ, പിന്നെ ഈ ചിയ സീഡ്സ് എത്ര ഒരു ദിവസം എത്ര അത് കൺസ്യൂം ചെയ്യാം? ആക്ച്വലി ഒരു 100 gram ചിയ സീഡിൽ തന്നെ we have 485 calories. So that is the reason why we call it as a super food. Okay, so അപ്പോൾ നമ്മൾ ബേസിക്കലി അതിന് 1 ടീസ്പൂണേ ഇടാൻ പാടുള്ളൂ for 350 ml of water. Okay. For 350 ml of water, 1 teaspoon you have to mix it and keep. Pepper വേണമെങ്കിലും മിക്സ് ചെയ്ത് വെക്കാം. മിനിമം ഒരു 45 minutes എങ്കിലും വേണം അതൊന്ന് സോക്കായി ഒന്ന് ആ ഒരു എന്താ പറയാ ഒരു ജെല്ലി ഫോം കിട്ടാനായിട്ട്. The more jellier it is, the more benefit it has. Okay, and അത് രാത്രി നേരത്ത് കുടിച്ചു കിടന്നാലും ഓക്കെ, രാവിലെ നേരത്തെ എനി ടൈം യു ക്യാൻ കൺസ്യൂം ഇറ്റ്, നോ ഇഷ്യൂസ്. ഓക്കെ, ശരി. വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഞാനിപ്പോ സ്മൂത്തിയിലൊക്കെയാണ് കൊടുക്കണേ, പക്ഷെ ഇത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അത് വെള്ളത്തിലാണോ കുടിക്കുന്നത്? അപ്പൊ സ്മൂത്തിയിൽ കൊടുക്കണത് രാവിലെ കൊടുത്തോളൂ, നോ ഇഷ്യൂസ്. അതായത് 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ 350 ml വാട്ടറിൽ കുതിർത്ത് വെക്കുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, രാവിലെ അതിനെ സ്മൂത്തിയിൽ കൊടുക്കൂ. രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോണതിന്റെ തൊട്ട് മുമ്പ് ഇത് വെറുതെ കുടിക്കാൻ പറയും. ഓക്കെ, അതില് ഹണിയോ ഒന്നും തന്നെ ആഡ് ചെയ്യണ്ട രാത്രിത്തേന്. വെറുതെ അതിനൊരു ടേസ്റ്റ് പ്രത്യേകിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ കുടിച്ചു കിടന്നാൽ മതി. ഹസ്ബൻഡിന് മാത്രം കൊടുക്കുക, പ്ലീസ് യു ഡോണ്ട് ഈറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സൗമ്യ. ബൈ. ഓക്കെ, നമുക്ക് ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ. ഹായ്, ഉഷയാണത്. ഉഷ, എവിടുന്ന് വിളിക്കുന്നു? ഉഷ, അബുദാബി. അപ്പൊ വിനിയുണ്ട്, ചോദിച്ചോളൂ ഉഷ. ഹായ് മിസ് വിനി. ഹായ്, പറയൂ ഉഷ.
ഹായ് മാം, ഒരു കാര്യം ചോദിക്കാൻ. എനിക്കൊരു വാവയുണ്ട്, 8 മാസമായി. ഇപ്പം ഞങ്ങളിപ്പം സോളിഡ്സ് ഒന്നും തുടങ്ങിയില്ല. കാരണം നാട്ടിൽ പോയിട്ടൊരു നേർച്ചയുണ്ട്, ചോറ് കൊടുക്കേണ്ട നേർച്ചയുണ്ട്. അപ്പം നമ്മളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ, അവന് ഏറ്റവും ഇഷ്ടം ക്യുക്കുംബർ. കയ്യിൽ കൊടുത്താൽ അവനങ്ങനെ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതല്ലാതെ റോ കുക്കുംബർ തന്നെ, അതാണ് അവന് ഇഷ്ടം. പിന്നെ അത് തന്നാലെ സ്വന്തം തന്നെ അവൻ കഴിച്ചോളും. പിന്നെ അതല്ലാതെ നമ്മള് വേറെ ഒന്നും അവന് അധികം അത്ര. പിന്നെ വാട്ടർമെലൺ, മാംഗോ, അവന് സ്വീറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. അപ്പം വേറെ എനിക്ക് പിന്നെ ആപ്പിൾ അതൊക്കെ കൊടുക്കാൻ നോക്കിയാലും അവൻ അധികം അത് കഴിക്കണില്ല. കാരണം ഇപ്പൊ റൈസ് ഒന്നും തുടങ്ങിയിട്ടില്ല, റൈസ് ഐറ്റംസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ഫുഡാണ്. പിന്നെ ഫീഡിങ് ഓൾറെഡി ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിങ്. അപ്പൊ വാവയ്ക്ക് കൊടുക്കുന്നത് എന്താ, കുറുക്കാണോ? ഇല്ല, കുറുക്കൊന്നും കൊടുക്കുന്നില്ല. പിന്നെ എന്താ വാവയുടെ ഫുഡ്? വാവയുടെ മെയിൻ ഫുഡ് ബ്രസ്റ്റ് മിൽക്ക് ആണ്. പ്ലസ് ഉച്ചക്ക് അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരവും ഇത് കൊടുക്കും. എന്താ പറയാ, ഗ്രേപ്സ് എന്തെങ്കിലും കൊടുക്കും. മറ്റേ ബ്ലാക്ക് കളർ ഗ്രേപ്സ് ഇല്ലേ, അത് കൊടുക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു സെമി കൺസിസ്റ്റൻസി ആയിട്ട് വാവയ്ക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇല്ല. Why is it so that you are not trying that? Because നമ്മളുടെ ശരി, ചോറൂണ് കഴിഞ്ഞിട്ട് ഹാർഡ് ഫുഡ്സ് അല്ല, ചോറൂണ് കഴിഞ്ഞിട്ട് ഹാർഡ് ഫുഡ്സ് കൊടുത്താൽ മതി എന്നുള്ളത് ഓക്കെ. പക്ഷെ അതല്ലാതെ ഒരു സെമി കൺസിസ്റ്റൻസിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല? കുറുക്ക് എന്ന് പറയുന്നത് ഈ ഗോതമ്പും പിന്നെ ഇതുമായിട്ടില്ല, ഗോതമ്പ്, കായ, അതേമാതിരി റാഗി മാത്രം വെള്ളത്തിലിട്ട് കൊടുക്കണം. അതായത് ഇപ്പൊ 8 മാസമായി, ഇനിയിപ്പോ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ ടു മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ടേസ്റ്റി, റാഗി കുറച്ച് എടുത്തിട്ട് അതിനെ കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അരച്ച് അതിന് പാലെടുത്ത് 2 പ്രാവശ്യം അരിച്ചിട്ട് അതിനെ കുറുക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഒരു വൈറ്റിഷ്, ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഒരു കുറുക്ക് കിട്ടും. അതിൽ ലേശം പാലൊഴിച്ച് കൽക്കണ്ടം ഇട്ടിട്ട് കൊടുക്കാൻ നോക്കി. എന്തെങ്കിലും ഒരു ചെറിയ സെമി സോളിഡ് അകത്തേക്ക് പോണ്ടേ? പോണം. ബിക്കോസ് പിന്നെ കുക്കുംബർ ഭയങ്കര കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. വീറ്റ് നമ്മള് ചോറൂണിന് മുമ്പേ കൊടുക്കും, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഇതേമാതിരി വീറ്റ്, പക്ഷെ അതില് സൂചി ഗോതമ്പായിരിക്കണം. യു നോ ദാറ്റ് ദ വൺ വിച്ച് റിയലി പോയിന്റ്സ്, ആ നല്ല പോയിന്റ് പോലെ ഉണ്ടാവും. അത് ആ വീറ്റിനെ തന്നെ കുതിർത്ത് ഇതേമാതിരി പാലെടുത്തിട്ട് കൊടുത്തിരുന്നതാണ് ഇതേ സംഭവം. പക്ഷെ ഇതേ പറഞ്ഞ പോലെ ചോറൂണ് നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോയി ചെയ്യേണ്ട ഒരു നോ പ്രോബ്ലം, ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഒരു കുട്ടിക്ക് 8 മാസം ആയിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്രസ്റ്റ് മിൽക്കും വെറുതെ ഒരു ഗ്രേപ്സും മാത്രം ആയതുകൊണ്ട് ആ ഒരു ഫ്രൂട്ട്സ് മാത്രം, അയ്യോ, അത് കംപ്ലീറ്റ് ആയിട്ട് കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവൽ, കംപ്ലീറ്റ് ബാലൻസ് ന്യൂട്രീഷൻ കിട്ടില്ലല്ലോ. അതാണ്. അപ്പോ യു ട്രൈ റാഗി എന്തായാലും നോക്കൂ, ഗോതമ്പ് നോക്കൂ. അതേമാതിരി തന്നെ കുക്കുംബർ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യൂട്ടോ, ബിക്കോസ് ഈ കഫക്കെട്ട് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അത് പിന്നെ വാട്ടർമെലൺ എല്ലാം നോ ഇഷ്യൂസ്. ഈ ആപ്പിൾ കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയണത് ഈ കുറുക്കില്ലേ, ഈ കുറുക്കിന്റെ കൂടെ ആപ്പിൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആപ്പിൾ വേവിച്ചിട്ട് അതിനെ സോസ് ആക്കിയിട്ട് കുറുക്കിന്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, പുറത്തെ പാല് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ല, പുറത്തെ പാല് കൊടുക്കുന്നത് കുഴപ്പമുണ്ട്, നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓരോ കുട്ടികൾക്ക് ലാക്ടോസ് ടോളറൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ലാക്ടോസ് ടോളറൻസ് ഇതായിട്ടുള്ള രീതിയിൽ ഇൻടോളറൻസ് കണ്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി പീഡിയാട്രീഷ്യനെ പോയി കാണാൻ എന്താണ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് നോക്കണം. പറയൂ. പിന്നെ മോഷന്റെ കാര്യം കൂടി ചോദിക്കണം. അത് ചില സമയത്ത് ദിവസം മോഷനില്ല, ഒന്നരാടം അല്ലെങ്കിൽ ഒരു തവണ മാത്രം, അത് ഓക്കെ ആണോ? കുട്ടികൾക്ക് ഒരു തവണ മാത്രം വേണ്ട ലെവലിലുള്ള ഫൈബർ കുട്ടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആ മോഷൻ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികൾ 2-3 പ്രാവശ്യം പോണ്ടതാണ്. അപ്പൊ ഒന്നരാടം പോവാ എന്നുള്ളത് വളരെ നമ്മൾക്ക് അതിന്റെ ചിട്ട കൊണ്ടുവന്നേ പറ്റൂ. ഒന്ന്. രണ്ടാമത്തത് വേണ്ട ഫൈബർ ലെവൽ പോവാത്താണ്. ക്യാരറ്റ്സും ഈ ഞാൻ പറയട്ടെ, ഈ വീറ്റിന്റെ കുറുക്കുണ്ടല്ലോ, അതിൽ കൂടെ ഓരോ ദിവസം ഓരോ വെജിറ്റബിള് മാഷ് ചെയ്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് മാഷ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കുറുക്കിൽ കൂടെ കലക്കൂ. And then you give it, because നമ്മള് ചിലപ്പോ ഉപ്പ് കൊടുക്കില്ല, അതെല്ലാം ഉള്ളതുകൊണ്ട് യു ട്രൈ ടു ഇൻക്ലൂഡ് ദ ഫൈബർ. ആ ഫൈബർ പോവാത്തോടത്തോളം കുട്ടി എങ്ങനെയാണ് 3-4 പ്രാവശ്യം ഒന്ന് ടോയ്ലറ്റ് പോവാ? സോ ഈ ഒരു ഏജില് ശരിക്കും പറഞ്ഞ 2-3 പ്രാവശ്യമെങ്കിലും പോണം. അതെ, അതുകൊണ്ടാണ് ചോദ്യം വരാൻ കാരണം. ഒന്നിക്കൽ ഡെയിലി ഇടും, ചിലപ്പോ ചില സമയത്ത് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടാ വരിക. അങ്ങനെ അത് വേണ്ട ലെവലിന് കുട്ടിക്ക് പോവാത്തതുകൊണ്ടാ.
പിന്നെ പുറത്തെ വെള്ളവും കൊടുക്കാം അല്ലെ, ബോയിൽഡ് വാട്ടർ ഒക്കെ ഈ ഒരു ഏജ് വരയ്ക്കും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ എവിടേക്കെങ്കിലും പോണ സമയത്ത് ക്യാരി ചെയ്യായിരിക്കും ബെസ്റ്റ്. മാത്രം മതി. അല്ല, ഇവിടെ വീട്ടിൽ നിന്നും കൊടുക്കണോന്നാണ്. വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് കൊടുത്തൂടാ? സിപ്പറിൽ കൊടുത്തോളൂ. ബ്രസ്റ്റ് മിൽക്കിന്റെ ഇതാണോ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് വെള്ളം വാവയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും കുട്ടികൾ വെള്ളം കുടിക്കില്ല. എന്താ കാര്യം വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കിന്റെ ടേസ്റ്റ് വായിൽ നിൽക്കുന്നതുകൊണ്ട് അവര് തുപ്പി കളയുള്ളൂ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പനങ്കൽക്കണ്ടില്ലേ, ഈ പനങ്കൽക്കണ്ട് ചെറിയൊരു പൊട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക. വെള്ളം പോണോല്ലോ അകത്തേക്ക്. താങ്ക് യു ഉഷ, താങ്ക് യു സോ മച്ച് ഉഷ. ഓക്കെ ബൈ. നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്. ഹലോ 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 ഹായ് ഹായ്, പേര് പറയൂ. എന്റെ പേര് അശ്വതി, ഞാൻ ഷാർജന്ന് വിളിക്കുന്നു. അശ്വതി ചോദിച്ചോളൂ. ഹായ് വിനി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി ആക്ച്വലി എനിക്ക് 2 ഡൗട്ട് ഉണ്ട്. ഇനി ഇപ്പൊ ചിയ സീഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന 1 ടേബിൾ സ്പൂണേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഞാൻ ശ്രീകുട്ടിയുടെ അരോമയില് ഒരിക്കലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി പോലെ കണ്ടു, ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അതിന്റെ അകത്ത് 4 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇടുന്നുണ്ട്. സോ അത് കൂടുതലാണോ അപ്പൊ നമ്മൾ ഇടുമ്പോഴത്തേക്ക്? അല്ല, അതില് ഒരു കാര്യം എന്ന് വെച്ചാൽ അരോമ ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ല, പക്ഷെ സ്റ്റിൽ ഐ എം ടെല്ലിങ് യു അതിന്റെ കൂടെ എന്താണ് ശ്രീകുട്ടി ആഡ് ചെയ്തതെന്നും കൂടി നോക്കിയോ? കുക്കിംഗ് ഓട്സ് ഉണ്ട്, പിന്നെ എന്താ പറയുന്ന അൺസോൾട്ടഡ് മിക്സ്ഡ് നട്ട്സ് ഉണ്ട്, പിന്നെ ബ്ലൂബെറീസ്, ബ്ലാക്ക്ബെറീസ്, സ്ട്രോബെറി, ഹണി, മിൽക്ക്. She never mentioned that it is for a weight loss. It's like an easy breakfast. Easy breakfast ആണ് അവിടെ വരുന്നത്. കാലറി കൗണ്ട് ചെയ്തിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, നൗ വാട്ട് വി ആർ ഒരു വെയിറ്റ് ലോസിന്റെ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പ്ലെയിൻ ആയിട്ട് അങ്ങ് കൺസ്യൂം ചെയ്യും. യെസ്, അപ്പൊ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു വെയിറ്റ് ലോസ് ലെവലിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്മൂത്തിയില് ഈ പറയുന്ന നട്ട്സോ ഈ പറയുന്ന ക്വിക്ക് ഓട്സോ ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, ആ പ്രിപ്പറേഷൻ ടോട്ടലി ചേഞ്ചസ്. അപ്പൊ നമ്മള് സൂപ്പർ ഫുഡ്സ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ then there is a problem. But ഈ ഈസി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി കഴിച്ചാൽ നമ്മൾ വണ്ണം വെക്കുവോ? Obviously that is a breakfast. അതെ. അപ്പൊ അന്ന് ശ്രീകുട്ടി കാണിച്ചത് ഇറ്റ്സ് എ ഓപ്ഷൻ. Okay. So that doesn't go with your weight loss. Okay. കാരണം ഞാൻ അത് അഡാപ്റ്റ് ചെയ്യാന്ന് വെച്ചു. പെട്ടെന്ന് ഈ ചിയ സീഡ്സ് 1 ടേബിൾ സ്പൂണേ കഴിക്കാവൂ എന്ന് മനസ്സിലായത്. That is for your weight loss. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. അതും ഒരു ഇനീഷ്യൽ സ്റ്റേജില്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ലോസിന്റെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിൽ ഗോ ഓൺ ഫോർ 1.5 സ്പൂൺ 2 സ്പൂൺസ് ഒക്കെ നമ്മൾ വരും. പ്രൊവൈഡഡ് അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന രീതി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ചിയ സീഡ്സ് കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാവും? ഡെഫിനറ്റ്ലി ഉണ്ടാവും. ആണ്. ഈ ഒരു 1 ടേബിൾ സ്പൂൺ 350 ml എല്ലാ ദിവസവും 1 ടേബിൾ സ്പൂൺ 350 ml നമ്മൾ കഴിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദ ബോഡിക്ക് അതിന് ഭക്ഷണം കഴിക്കുന്ന അളവ് നമ്മൾ കമ്മിയാക്കും. അതാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ. കീപ് യുവർ ടമ്മി ഫുൾ റാദർ ദാൻ ഗോ ഹംഗ്രി യു നോ. ഓക്കേ, അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തു. പിന്നെ സെക്കൻഡ്, ഇപ്പൊ ആങ്കറിനെ കുറിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. ലൈക്ക് എനിക്ക് പീരിയഡ്സ് ആവുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യാന്ന് വെച്ചാല് എനിക്ക് കരഞ്ഞു തീർത്താലേ പിന്നെ ആ ദേഷ്യം പോളൂ. അപ്പൊ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, യോ ഇത്രയും ഒരു 98% നല്ലതാണെങ്കിൽ 2% ദിവസം കൊണ്ട് നീ വളരെ വേഴ്സാവുന്ന സിറ്റുവേഷൻ. അത് എപ്പോഴും പറയും, ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് എല്ലാം പോവല്ലോ. എനിക്ക് പക്ഷെ കൺട്രോൾ, എനിക്ക് കരഞ്ഞു കഴിഞ്ഞാലേ അത് തീരത്തുള്ളൂ. ആണോ? എന്തായാലും ഇപ്പം ആക്ച്വലി ഇതിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞു പീരിയഡ്സിന്റെ ഒരു സംഭവം ഉണ്ട്. ഈ പീരിയഡ്സിന് വരുന്ന ദേഷ്യത്തിന് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. പറഞ്ഞിട്ട് നമ്മൾ ആ ദേഷ്യം വരുമെങ്കിലും നമ്മൾ പറഞ്ഞങ്ങോട്ട് കരയും. അതാ ഞാൻ പറഞ്ഞ കരഞ്ഞു തീർത്ത് ലെവല് ബാക്കി ദേഷ്യത്തിന് വരില്ല. ബാക്കി ദേഷ്യം നമ്മൾ പറയുന്നു, നമ്മൾ തീർക്കുന്നു, നമുക്ക് ദേഷ്യം. ഇമോഷണൽ മിക്സ് ആയിട്ടുള്ള ദേഷ്യത്തിന് ഒന്നുമില്ല. പ്ലീസ് ഹാവ് ചോക്ലേറ്റ്. ആണോ? ഞാൻ അയ്യോ, അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ബിറ്റർ ചോക്ലേറ്റ്. ബിറ്റർ ചോക്ലേറ്റ് ഒരു ടേക്ക് യുവർ പാം ഈ ഒരു അളവിലേക്ക് പിടിക്കുക. ആൻഡ് ദെൻ ഹാവ് ഇറ്റ്. ദേഷ്യം വരുന്നു എന്ന് തോന്നുമ്പോ സ്റ്റാർട്ട് ഹാവിങ്. Okay. And then don't cry. Just leave it. Okay. അല്ല, ക്രൈ ചെയ്താലേ എനിക്ക് സമാധാനം. No problem. അല്ല, സാരമില്ല. ഈ ചോക്ലേറ്റ് കഴിക്കുമോന്ന്. Then have chicken soup. Okay. ഈ സമയം ദേഷ്യം വരുന്നു എന്ന് തോന്നൂലോ.
അതെ അതാ എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ നാട്ടിൽ പോയാലും ഒരു കാര്യം ചെയ്യൂ, ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി വെക്കൂ, ചോക്ലേറ്റ് എടുത്തു വെക്കൂ. ഈ സംഭവം വരണൂന്ന് കാണുമ്പോ അങ്ങോട്ട് കഴിക്കുക. അല്ലാതെ വേറെ ഹെൽത്ത് ഇഷ്യൂ അബ്സല്യൂട്ട്ലി ഫൈൻ. എല്ലാവർക്കും ഉണ്ട് ഈ ഇഷ്യൂ. സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊന്നും പോണ്ടോ. ഇല്ല, ഹസ്ബൻഡ് ഡോണ്ട് വറി. ഇതൊരു പെർട്ടിക്കുലർ ഈസ്ട്രോജന്റെ ആ ഒരു ലെവൽ ഷൂട്ടപ്പ് ചെയ്ത് ഡൗൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു കുഴപ്പാ. Okay, don't worry. Okay, thank you for calling. I really loved it. Yes. Okay. അപ്പൊ എന്തായാലും ഇപ്പം നമ്മൾ ആങ്കറിനെ കുറിച്ച് സംസാരിച്ചു. ഈ ചോക്ലേറ്റ് പറഞ്ഞു, പൈനാപ്പിൾ പറഞ്ഞു, പിന്നെ ഇത് പൈനാപ്പിളും സെലറി എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള പേഴ്സൺ ആണുങ്ങൾക്കും കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഒരു പീരിയഡ് ലെവലിലേക്ക് വരുന്ന സമയത്താണ് ലേഡീസിന് കണ്ടുവരുന്ന ഇമോഷണൽ ആങ്കർ. അത് ആ ഇമോഷണൽ ആങ്കർ എങ്ങനെ നോക്കിയാലും കരഞ്ഞ് തന്നെ തീർക്കും. ഓക്കെ, അശ്വതി പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒന്നും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇത് എനിക്ക് എന്നുള്ളൊരു ലെവലില്. പക്ഷെ ഈ ചോക്ലേറ്റും എന്താണ് ചിക്കൻ സൂപ്പും മാറിയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ യു ക്യാൻ കൺട്രോൾ. അന്ന് ഞാനന്ന് പറഞ്ഞില്ലേ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചപ്പോൾ ഐ ഫെൽറ്റ് ഹാപ്പി. Yes, it will bring out your happiness. ആ ഒരു ഹോർമോൺ ട്രിഗർ ആവും. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹായ്, പേര് പറയൂ. എന്റെ പേര് അശ്വതി. അശ്വതി അശ്വതി എവിടെ നിന്ന് വിളിക്കുന്നു? അബുദാബിന്ന്. ഇപ്പൊ വിളിച്ചതേ ഉള്ളോ? അത് ഷാർജ അശ്വതിയാണ്. അശ്വതി ചോദിച്ചോളൂ. ഹലോ വിനി മാം. പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്റെ മോന്റെ ഒരു ഫുഡിന്റെ ഡൗട്ട് ചോദിക്കാനായിരുന്നു. മോനിപ്പോ 8 months ആയി. പക്ഷെ ഒരു സോളിഡ്സോ സെമി സോളിഡ്സോ ഒന്നും കഴിക്കാൻ തീരെ താല്പര്യം കാണിക്കുന്നില്ല. നിങ്ങൾ കൊടുക്കാഞ്ഞതാണോ? അല്ലല്ല, കൊടുക്കാൻ ഞാൻ 6 months തുടങ്ങിയ ആ സമയം മുതൽ കൊടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. കുറുക്കായിട്ടും റാഗി കുറുക്കായിട്ടും അല്ലെ കഞ്ഞി കൊടുത്തു നോക്കിയിട്ടുണ്ട്, ഫ്രൂട്ട്സ് കൊടുത്തു നോക്കി. പക്ഷെ ഒന്നും കഴിക്കുന്നില്ല. കൈ കാലിട്ട് അടിക്കുക, അല്ലെ മുഖം തിരിച്ച് കളയുക, അങ്ങനെയൊക്കെയാ കാണിക്കുന്നത്. ഓക്കെ, എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാവയ്ക്ക്? വാവയ്ക്ക് അതാ പറയുന്നത്, ഒന്നിനോടും ഇഷ്ടമില്ല. ഫുൾ ടൈം ബ്രസ്റ്റ് മിൽക്ക് തന്നെ. അത് കുഴപ്പമില്ല. ആൺകുട്ടിയാണ്? അതെ, ആൺകുട്ടിയാണ്. ഓക്കെ, പക്ഷെ ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മുതൽ ഒന്ന് പറയോ? എപ്പ കൊടുക്കാൻ തുടങ്ങുന്ന? രാവിലെ മോന് ഉറങ്ങി ഒരു 6 മണിയെല്ലാം എഴുന്നേൽക്കും. ഓക്കെ, എണീറ്റ് കഴിഞ്ഞ് ഉടനെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും? അതെ, കൊടുക്കും. ആ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് എന്താണ് പറയാ, കൺവേർട്ട് ടു കുറുക്ക്? ഞാൻ ഇന്ന് അത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി മാഡം. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഒരു 5:30 ഉണർന്നപ്പം കൊടുത്തു. പിന്നെ ഞാനൊരു 10 മണി വരെ കൊടുത്തിട്ടില്ല. എന്താണ് പറയാ, കഴിക്കുന്നുള്ള പ്രതീക്ഷയില്. പക്ഷെ ഞാൻ റാഗി കുറുക്ക് കൊടുത്തു നോക്കി, അതും കഴിക്കുന്നില്ല. അല്ലല്ല, പട്നിക്കിടരുത്. ബിക്കോസ് അവർക്കൊരു സൈക്കോളജിക്കൽ വാശി ഉണ്ടാവും. ഓക്കെ, അത് ഒരിക്കലും ഇനി വിശന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ പട്ടിണിക്കിടരുത്. അതിന് പകരം വാട്ട് യു ഡു ഇസ് യു ട്രൈ ഗിവിംഗ് ലിറ്റിൽ ബൈ ലിറ്റിൽ. അതായത് വളരെ നല്ല മൂഡ് ഇരിക്കുന്ന സമയത്ത്, ഓക്കെ, നല്ല മൂഡില് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് 1-2 സ്പൂണ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് എന്താണെന്നറിയോ? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നാ ബ്രസ്റ്റ് മിൽക്കിലെങ്കിലും കുടിക്കേ. അതാണ് നമ്മുടെ ഒരു ഫീലിംഗ്. ഓക്കെ, അതിന് പകരം ഒരു 3 നേരം നമ്മളൊരു ടൈം വെക്കുക. ആ 3 നേരം ഒരു ചെറിയ ബൗളില് ഒരു 2 സ്പൂൺ എങ്കിലും കൊടുത്തിരിക്കണം. അത് വായിൽ തുപ്പിയാലും ശരി ഇറക്കിയാലും ശരി, നോ പ്രോബ്ലം. പക്ഷെ ആ പെർട്ടിക്കുലർ ടൈമിങ്ങിന് ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കൂ. വാവയ്ക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്ത് വാശി പിടിച്ചിട്ടും കാര്യമില്ല, അമ്മ ഇത് തരുംന്ന്. ഞാൻ അങ്ങനെ കരഞ്ഞോണ്ടെല്ലാം വായിൽ ഒഴിച്ചെല്ലാം കുറെ. അയ്യോ, അങ്ങനെ ചെയ്യരുത്. സിരസ് കയറും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആദ്യം തുടങ്ങുന്ന സമയത്ത് ഹാപ്പി മൂഡിൽ തുടങ്ങൂ. എന്നുവെച്ചാൽ ഇതൊരു ഫോഴ്സ്ഡ് ഫുഡ് ആയിട്ടുള്ള രീതിയിൽ രജിസ്റ്റർ ആവാൻ പാടില്ല. യുനോ, ഷോ സംതിങ് ഡിഫറെന്റ്. അതേമാതിരി അവർക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒരുപാട് നമ്മുടെ ഹെയർ ബാൻഡ്സ് ഇല്ലേ? ആ ഹെയർ ബാൻഡ് ഇല്ലേ, തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡ്സ് ഇല്ലേ, അതിന്റെ പല കളേഴ്സ് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുക. ആൻഡ് ദേ വിൽ ബി വെരി ഹാപ്പി. യു ട്രൈ ദിസ്. ആ ഹാപ്പി മൂഡിൽ വരുന്ന സമയത്ത് 1-2 സ്പൂണിൽ കുറുക്ക് വെക്കുക. വായിൽ കുറുക്ക് വെക്കുന്ന സമയത്ത് യുവർ എക്സ്പ്രഷൻ ഷുഡന്റ് ബി ലൈക്ക് ആർ യു ഹാവിംഗ്. അങ്ങനെ നോക്കരുത് വാവേ. ഓക്കെ, യു ഓൾസോ ഷുഡ് ഹാവ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഈവൻ യു ടേക്ക് എ സ്പൂൺ. ആദ്യം യു ഈറ്റ് ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് യമ്മി യമ്മി. ഓക്കെ, അതല്ലാതെ വാവയുടെ മുഖത്ത് നോക്കിയിട്ട് കഴിക്കണ്ടോ എന്നുള്ള ഒരു സംശയം കൊണ്ട് നോക്കരുത്. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് കുട്ടികൾ വലിച്ചെടുക്കുന്നതാണ്.
സോ ആദ്യം യു ടേക്ക് ഇറ്റ്. ദേഷ്യം പിടിച്ചിട്ട് ഇപ്പൊ അത് അങ്ങനെ ഒരു ഇതായി പോയി തോന്നുന്നു. ഫുഡ് കാണുമ്പോ വായ തുറക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അമ്മ കുത്തി ചെലുത്താണേ. അതുകൊണ്ട് അതിനെക്കാട്ടിലും ഭേദം എന്താ വെച്ചാൽ അമ്മ ആദ്യം കഴിക്കുക. അമ്മ കഴിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് എന്ന് കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് അടുത്ത വായ കുട്ടിക്ക് കൊടുക്കുക. ഓക്കെ, എക്സ്പ്രഷൻ മാറ്റേഴ്സ് എ ലോട്ട്. അത് വെരി ഹാപ്പി സിറ്റുവേഷനിൽ കൊടുക്കുക. ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കരുത്. ആ ദേഷ്യഭാവത്തില് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലീവ് ഇറ്റ്. അവന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ വേണ്ട വെക്കുക. എന്നിട്ട് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഇതുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എന്ത് രസമാണ്, ഈ ഒരു സംസാരം വരണം. അതല്ലാതെ കൊടുക്കുന്ന സമയത്ത് ഡോണ്ട് ലുക്ക് കീൻ ആയിട്ട് കഴിക്കണ്ടോ ഇറക്കിയോ എന്നുള്ള ഭാവത്തിൽ നോക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു അശ്വതി. Thank you for calling. Bye. Kids are ശരിക്കും they look into you. അപ്പൊ നമ്മൾ നോക്കുന്ന ആ ഭാവം കഴിച്ചു ആവോ എന്നുള്ള ഭാവത്തിൽ നോക്കി കഴിഞ്ഞാൽ they'll know. ഭയങ്കര ഇപ്പോഴത്തെ പിള്ളേർ emotionally they do it. എനിവേസ് നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹായ്. കുറച്ചും കൂടെ ഒച്ചത്തി പറഞ്ഞോ. ഇപ്പൊ കേക്കാം, പറഞ്ഞോളൂ. പേര് പറഞ്ഞോ. എന്റെ പേര് ഗിരിജ. ഗിരിജ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഷാർജന്ന്. ഓക്കെ ഗിരിജ, ചോദിച്ചോളൂ. വിനേശിയോടാണ് ചോദിക്കാനുള്ളേ. പറയൂ ഗിരിജ. വിനേശിക്ക് എന്നെ അറിയായിരിക്കും. ഞാൻ ഗിരിജ വിദ്യ. പറയൂ ഗിരിജ. ഞാൻ നേരത്തെ പീരിയഡ്സിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ഞാൻ ഇതിനു മുമ്പ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ പെയിന് പോവാറേ ഇല്ല. എന്ത് ട്രൈ ചെയ്ത് നോക്കി? പീരിയഡ്സിന്റെ പെയിനോ? പീരിയഡ്സിന്റെ പെയിനിനെ എന്ത് ട്രൈ ചെയ്തു? ഞാൻ വിനേശ് അന്ന് പറഞ്ഞിട്ടില്ലേ, ഇത് എന്തായിരുന്നു, ഉലുവ വെള്ളം കഴിച്ചാലും നല്ലതാ. ഉലുവ വെള്ളം കഴിക്കുന്നത് 4 പീരിയഡ്സ് തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസം തൊട്ട് കഴിക്കണം. അതല്ലാതെ പീരിയഡ്സ് വന്നു കഴിഞ്ഞ് ഉടനെ കഴിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ കഴിച്ചാലും ആ ഒരു മാസം മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് മന്ത് ഞാൻ അതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെയിൻ കൂടുതലായിരിക്കും. ഒരു മാസം എനിക്ക് എന്ത് സാധനം പരീക്ഷിക്കുന്നത് ഒരു മാസം ക്ലിയർ ആവുള്ളൂ. അല്ല, നെക്സ്റ്റ് മന്ത് നോക്കും. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക. പീരിയഡ്സ് തുടങ്ങിയിട്ട് അതിന്റെ 4ാമത്തെ ദിവസം മുതൽ നമ്മൾ ഉലുവ വെള്ളം നമ്മൾ കുറച്ചായിട്ടുള്ള രീതിയിൽ കുടിക്കുന്നു. ആ പീരിയഡ്സിന്റെ പെയിൻ വരുന്ന സമയത്ത് അത് നെക്സ്റ്റ് മന്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യും. അത് ആ സമയത്ത് നിങ്ങൾ ബോഡി റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ വിട്ടു കൊടുക്കാത്ത രീതിയിൽ നമ്മളുടെ മനസ്സ് എന്താന്ന് വെച്ചാൽ ഈ പെയിൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു മാസം കൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തതാണെങ്കിൽ 3ാമത്തെ മാസം മുതൽക്ക് നിങ്ങൾക്ക് പെയിൻ വരില്ല. ഡെയിലി കുടിക്കണം. ഡെയിലി 4ാമത്തെ ദിവസം, ഇന്നാണ് പീരിയഡ് ആദ്യമായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ 4ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ ഉലുവ വെള്ളം കുറച്ചായിട്ടുള്ള രീതിയിൽ കുടിച്ചിരിക്കണം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ആൻഡ് യു ഹാവ് ടു കണ്ടിന്യൂ. ആ പീരിയഡ്സ് വരും അടുത്ത മാസം, അപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വരുന്ന ആ പീരിയഡിനുള്ള പെയിന് കുറച്ച് കമ്മി ഉണ്ടാവും. അടുത്ത പ്രാവശ്യം ഡെഫിനറ്റ്ലി യൂട്രസ് അതിനെ റിയാക്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് പീരിയഡ് പെയിൻ ഉള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ്. ഒരു മിനിമം 3 to 4 months. അതിന് പകരം ഗിരിജ ഇപ്പൊ ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തു, പകുതിയിൽ വെച്ച് വിട്ടു. അത് കഴിഞ്ഞ അതിനുശേഷം പീരിയഡിന് വേദന കൂടി. കഴിഞ്ഞ മാസം എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ തളർന്നു പോകുന്നത് പോലെ ഒരു അവസ്ഥ. അപ്പൊ അതിന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പോലെ ഹോട്ട് വാട്ടർ ബാഗ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ നാരങ്ങ വെള്ളത്തിൽ കുളിച്ചു നോക്കിയോ? ചൂടുവെള്ളത്തിൽ കുളിച്ചു നോക്കി. നാരങ്ങ ഇട്ടിട്ടുള്ള സിട്രിക് ആസിഡില് തലയിൽ ഒഴിക്കരുത്, ദേഹത്ത് ഒഴിച്ചു നോക്കൂ. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഈ ഉലുവ വെള്ളം എന്ന് പറയുന്നത് വളരെ കുറച്ചായിട്ടുള്ള രീതിയിൽ കൺസ്യൂം ചെയ്യേണ്ട മെഡിസിൻ പോലുള്ള ഒരു സംഭവമാണ്. ഡെയിലി കുറച്ചെങ്കിലും കുടിച്ചിരിക്കണം. അതല്ലാതെ 4ാമത്തെ ദിവസം മുതൽ തന്നെ കുടിക്കണം കേട്ടോ. അത് വിടാൻ പാടില്ല. കുറച്ച് കുടിച്ചിരിക്കണം. ഒരു ദിവസം കുറച്ച് കുടിച്ചാൽ വളരെ കുറച്ച് കുടിച്ചാൽ മതി. പക്ഷെ കുടിച്ചിരിക്കണം കണ്ടിന്യൂ ആയിട്ട്. എന്ന് വെച്ചാൽ ഇതിന് ഒരു വേദനയ്ക്ക് ഇതൊരു വേദന കൺട്രോൾ ലെവലിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന വരയ്ക്കും എന്നാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. നത്തിങ് ഡൂയിങ്. അങ്ങനെ വെള്ളം എടുക്കുക, ജീരക വെള്ളം എല്ലാം തിളപ്പിക്കുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട്. ഒരു ലൈറ്റ് യെല്ലോ കളർ വരും, ഒരു ചെറിയ കശപ്പ് ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, താങ്ക് യു ഗിരിജ. Thank you for calling. Thank you. Okay, we have another caller. Hello. Hi. പേര് പറയൂ. എന്താണ്? ബബിത. Okay, ബബിത ചോദിച്ചോളൂ. Hi ma'am. പറയൂ ബബിത.
എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അവക്കിപ്പോ 2.5 വയസ്സായി. അവർക്ക് പ്രശ്നം വെച്ചാൽ ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാല് ഈ കൈമുട്ടിനും കാൽമുട്ടിനും മടക്കുകളിലൊക്കെ ഒരു റെഡിഷ് കളർ വരിക, ഇച്ചിങ്, അതുപോലെ കവിളില് 2 സൈഡിലായിട്ട് റെഡിഷ് കളർ വരിക. എക്സിമ ഉണ്ട്. ഓക്കെ, എന്ത് തരം എക്സിമയാണെന്ന് ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചിരുന്നോ? ലാക്ടോസ് ആണോ, ഡയറി എക്സിമയാണോ? ഡയറി എക്സിമ. ഓക്കെ, ആൻഡ് പാല് എങ്ങനെയാ ഇപ്പോ? പാല് നോർമൽ മിൽക്ക് ആണോ? ഇപ്പോഴും ഡയറി എക്സിമയാണെന്ന് കണ്ടുപിടിച്ചിട്ടും നിങ്ങൾ നോർമൽ പാലാണോ കൊടുക്കുന്നത്? ഡോണ്ട് ഡു ദാറ്റ്. നോർമൽ ഡയറി എക്സിമയ്ക്ക് ഒരിക്കലും നോർമൽ മിൽക്ക് തട്ടിക്കൂടാ. അതുകൊണ്ടാണ് ഈ കൈയിന്റെ ജോയിന്റ്സിലും കവിളത്തും ഒക്കെ ആ ഒരു റെഡ്നെസ് വരുന്നത്. അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വാവയ്ക്ക് ഇച്ചിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരും. സോ പ്ലീസ് സ്വിച്ച് ഓൺ ടു സോയ മിൽക്ക് ഓർ ആൽമണ്ട് മിൽക്ക്. ഓക്കെ, അത് കൊടുക്കാൻ നോക്കുക. ഡയറി അതേമാതിരി ഈ ആൽമണ്ട് മിൽക്കിലും സോയ മിൽക്കിലും തന്നെ ഉണ്ടാക്കുന്ന യോഗേർട്സ് കൊടുക്കാൻ നോക്കുക. ഓക്കെ, അതല്ലാതെ നോർമൽ മിൽക്ക് തട്ടിക്കരുത്. റെഡ്നെസ് കൂടും. ഇപ്പൊ കുറച്ചേ കാണുന്നുള്ളൂ, പിന്നെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓവർ ആയിട്ട് കണ്ടു തുടങ്ങും. ഓക്കെ, താങ്ക് യു. ഇതിന് എന്തെങ്കിലും നാച്ചുറൽ വേ ഉണ്ടോ? ഞാനിപ്പം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കുളിപ്പിക്കാറുള്ളത്. കോക്കനട്ട് ഓയിലിന് പകരം ഈ കോക്കനട്ട് ഓയിൽ നോർമൽ കോക്കനട്ട് ഓയിൽ ആണോ യൂസ് ചെയ്യുന്നത്? അങ്ങനെ വേണ്ട. അതിന് പകരം നമ്മള് തേങ്ങ ചിരവുക, അല്ലെങ്കിൽ ചിരവിയ തേങ്ങ ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടത്തില്ല ഫ്രഷ് ആയിട്ട്. ഞാൻ പറയുന്ന ഫ്രീസറിൽ വെച്ച തേങ്ങ വാങ്ങിക്കണ്ട. യു ഗോ ടു എ സൂപ്പർ മാർക്കറ്റ്, അവരുടെ അടുത്ത് അപ്പൊ തന്നെ സ്ക്രേപ്പ് ചെയ്ത് തരാൻ പറയാ. എന്നിട്ട് ആ ഫ്രഷ് തേങ്ങ വാങ്ങിയിട്ട് യു കം ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഇടുക. കുറെ കഴിഞ്ഞ് അത് വറുത്ത് വരുന്ന സമയത്ത് ഒരു ലെവൽ ആയി കഴിഞ്ഞാൽ ഈ തേങ്ങ ബ്രൗൺ ആവും, പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഒരു ഓയിൽ ലൂസ് ഔട്ട് ആവും. ഓക്കെ, ആ ഓയിലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തൊക്കെ നമ്മുടെ നാടൻ രീതിയിൽ ഇതിനെ വെന്ത വെളിച്ചെണ്ണ എന്നാ പറയാ. ഓക്കെ, ആ വെളിച്ചെണ്ണ സ്ട്രെയിൻ ചെയ്യുക. ഇറ്റ് വിൽ ബി ഡാർക്ക് ബ്രൗൺ ഇൻ കളർ. ആ വെന്ത വെളിച്ചെണ്ണ 2 ടീസ്പൂൺ. ആൻഡ് ഒലിവ് ഓയിൽ ഇല്ലേ, അത് കോൾഡ് കംപ്രസ്ഡ് ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇറ്റ്സ് നോട്ട് കുക്കിംഗ് ഓയിൽ ഐ എം ടോക്കിംഗ് അബൌട്ട്. ഒലിവ് ഓയിലിൽ തന്നെ കോൾഡ് കംപ്രസ്ഡ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ആ കോൾഡ് കംപ്രസ്ഡ് ഒലിവ് ഓയിൽ 2 സ്പൂൺ, ഈ വെന്ത വെളിച്ചെണ്ണ 2 സ്പൂൺ, ആൽമണ്ട് ഓയിൽ 2 സ്പൂൺ. ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്യാം. കുറച്ച് എണ്ണ പോലെ ഉണ്ടാവും. അത് കമ്പൈൻ ചെയ്യുന്നത് അപ്പൊ തന്നെ കമ്പൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് 2 സ്പൂൺ എല്ലാത്തിനും എടുക്കുക. എടുത്തിട്ട് ഇതൊന്ന് കമ്പൈൻ ചെയ്തിട്ട് ദേഹത്ത് തേക്കുക. എന്നിട്ട് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കളിക്കാൻ വിടും. എന്നിട്ട് കുളിപ്പിക്കുക. കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പോ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യണ്ട. കുറച്ച് ചെറുപയർ പൊടി മാത്രം യൂസ് ചെയ്യാം. ഓക്കെ. ഡോക്ടറെ, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഞങ്ങൾക്ക് തന്ന സെറ്റാഫിൽ ക്രീം നോ പ്രോബ്ലം യു ക്യാൻ. ഈ കുളി കഴിഞ്ഞ ഉടനെ ആ സ്കിന്നിലേക്ക് അത് തേക്കാം. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ബേസിക്കലി ഇത് എക്സിമയ്ക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോ വാവയ്ക്ക് എക്സിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ടുള്ള രീതിയിൽ പാല് കൊടുക്കുന്നത് കൊണ്ടാണ് ആ ക്രീമിന് പോലും എഫക്ട് ഇല്ലാത്തത്. So once you find that this has come down, you can stop obviously anytime. Okay, Babita, thank you for calling. Thank you, bye bye. നമുക്ക് ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ. ഹായ്. പേര് പറയൂ. എന്റെ പേര് സ്മിത. സ്മിത എവിടുന്നാ വിളിക്കുന്നു? ദുബായിന്ന്. സ്മിത ചോദിച്ചോളൂ. മാം പറയൂ സ്മിത. നന്നായി പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് പോകുന്നു. താങ്ക് യു സോ മച്ച്. ഇൻഫോർമേറ്റീവ് ആണ്. താങ്ക് യു. ഓക്കെ മാം, എനിക്ക് 42 ഇയേഴ്സ് ആണ്. പിന്നെ ഞാനൊരു 10 ഇയേഴ്സ് ആയിട്ട് 100 മൈക്രോഗ്രാം തൈറോയിഡിന്റെ കഴിക്കുന്നുണ്ട്, ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, 10 മൈക്രോഗ്രാം കഴിക്കുന്നു, ഹൈപ്പോതൈറോയിഡിസം. 100 മൈക്രോഗ്രാം കഴിക്കുന്നുണ്ട്. 100. ഓക്കെ. ഇപ്പൊ എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് പ്രോസ്പാൻഡിലിനെക്കാളും എപ്പോഴും കൂടുതൽ. ഫാസ്റ്റിംഗ് ആണ് കൂടുതൽ. പ്രോസ്പാൻഡിലിനെക്കാട്ടിലും അതൊരു 5-6 ഇയേഴ്സ് ആയിട്ട്, അതിനു മുമ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ കണ്ടുവരുന്നു. പക്ഷെ അതൊരു ഇപ്പൊ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് അത് 100 കൂടുതലാണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു 6 മന്ത്സ് മുമ്പ് ഒരു 3 മന്ത്സ് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 114 ആയി. ഓക്കെ.
അപ്പൊ സി ബേസിക്കലി ഇപ്പൊ നമ്മള് നാളെയാണ് അത് ടെസ്റ്റ് ചെയ്യാൻ പോണ് എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. സ്മിതയ്ക്ക് അറിയാലോ നാളെയാണ് നമ്മള് ഫാസ്റ്റിംഗിൽ ബ്ലഡ് കൊടുക്കാൻ പോണേന്ന്. തലേ ദിവസം രാത്രി എന്താ കഴിക്കണെന്ന് ഒന്ന് വൈൻഡ് ചെയ്ത് നോക്കൂ. തലേ ദിവസം രാത്രി ഹൈ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഞാൻ മിക്കപ്പോഴും ഈ എന്താ അതിന്റെ കൂടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തെ 12 hours ഇങ്ങനെ ഫാസ്റ്റിംഗ് നോക്കാറുണ്ട്. അതെ, ആ സമയത്ത് ഹൈ കൊളസ്ട്രോൾ, അതപ്പോ നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, 12 hours നമുക്ക് ആ ഫാസ്റ്റിങ്ങിന് ടൈം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും നല്ലോണം ഭക്ഷണം കഴിച്ചിരിക്കും. നല്ല വയറ് ഫുൾ ആയിട്ടാണ് കഴിക്കുക. ആ കഴിക്കുന്ന എഫക്റ്റ് ആണ് അടുത്ത ദിവസം രാവിലെ വരുന്നത്. ഒന്ന്. രണ്ടാമത്തത് ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് എപ്പോഴും ഫാസ്റ്റിംഗിൽ കാണിക്കും. ഓക്കെ, അത് ഒരു ഡയബറ്റോളജിസ്റ്റിനെ കണ്ടിരുന്നോ? ഞാൻ നേരത്തെ കണ്ടിരുന്നു നാട്ടിൽ വെച്ച്. ഞങ്ങളിപ്പോ 2 years ആയിട്ട് ഇവിടെ. ഓക്കെ, ഒരു നല്ല ഡയബറ്റോളജിസ്റ്റിനെ കാണാം. ആൻഡ് എന്താണ് തൈറോയിഡിനോ എൻഡോക്രിനോളജിസ്റ്റിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ എൻഡോക്രിനോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആയ സ്ഥിതിക്ക് ഒരു നല്ല ഡയബറ്റോളജിസ്റ്റിനെ കാണാം. ഓക്കെ, ആൻഡ് ഡയബറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ടെൽ യു വാട്ട് ടു ഡു ആൻഡ് വെയർ ടു ടേക്ക് ഓൺ. ബിക്കോസ് ഇത് രണ്ടും ക്ലബ് ചെയ്ത് കൊണ്ടുപോവാ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ PP ഓക്കെ അല്ലേ? PP ഓക്കെ ആണെങ്കിൽ നത്തിങ് ടു വറി അബൌട്ട്. ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ദ മെഡിസിൻ ദാറ്റ് യു ആർ. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പം പിന്നെ ഇത് ഈ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉള്ളവർക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കൂടി വരുവാണല്ലോ. അതെ, അതായത് ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ചാൻസസ് ഓഫ് ഗോയിങ് ടു ഡയബറ്റിക് ഉണ്ട് എന്നുള്ളത് 80% കറക്റ്റ് ആണ്. പക്ഷെ ഗൂഗിളിൽ എന്താണ് പറയാ സ്മിത നോക്കിയ ആ ലെവലിലേക്കുള്ള ക്രൂഷ്യൽനെസ് ഒന്നും തന്നെ ഇല്ല. പ്ലീസ് ഗൂഗിൾ നോക്കിയിട്ട് അനാവശ്യമായിട്ട് ടെൻഷൻ ആവരുത്. എന്താ വെച്ചാൽ ഇതെല്ലാം ഹൈപ്പോതൈറോയിഡിസത്തിന് എഫക്ട് ആവും. ഓക്കെ, ജസ്റ്റ് ഗോ ടു എ ഡയബറ്റോളജിസ്റ്റ്. നിങ്ങളുടെ റിപ്പോർട്ട് കൊണ്ടുപോകൂ, ഡയബറ്റോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകൂ. ദേ വിൽ ഡു ഇറ്റ്. ഇനി ഗൂഗിളിൽ നോക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിനീനെ വിളിച്ചാൽ മതി. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, എനിക്ക് നടുവേദനയുണ്ട്. അപ്പം ഞാൻ ഒരു ട്രെഡ്മില്ല് വാങ്ങിച്ചു. എനിക്ക് വേറെ എക്സസൈസ് ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട്. ഓക്കെ, എന്താണ് നടുവേദന? എന്ത് കാരണം കൊണ്ടാണ്? L5 എന്താ ലംബാർ സ്പോണ്ടിലോസിസ് ആണ്. ലുംബാസ്. ഓക്കെ, അപ്പോ ഐ വിൽ ഡെഫിനറ്റ്ലി വാണ്ട് യു ടു ഗോ ടു എ ഡയബറ്റോളജിസ്റ്റ്. You are entering somewhere to a nearby diabetic in the entry ചെയ്യുന്നുണ്ട് because lumbar spondylitis is coming only for diabetic patients. Okay, ആ lumbar spondylitis ആ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് പറയാ, ആ ഒരു എവിടെ ആയിട്ടാണ്? നടുവിന്റെ ആ ഒരു പിടുത്തമാണോ? നടുവ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യോഗ ചെയ്യുമായിരുന്നു. അപ്പൊ യോഗയുടെ ആ ആദ്യത്തെ എക്സസൈസ്, ലൂസനിങ് എക്സസൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനറിന്റെ കൂടിയിട്ടല്ല ചെയ്തത്. അല്ല, 5 years ആയിട്ട് ചെയ്തോണ്ടിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് അതെ, പക്ഷെ 5 years ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പെർട്ടിക്കുലർ ഗുരുവിന്റെ അടുത്തല്ല, 1 year 2 year ഒക്കെ ഒരു സ്ഥലത്ത് പോയി ചെയ്തോണ്ടിരുന്നതാണ്. ഓക്കെ, അതിനുശേഷം യു സ്റ്റാർട്ടഡ് ഡൂയിങ് അലോൺ. ഫ്ലെക്സിബിളും ആണ്. ഓക്കെ, പിടിച്ചു. പക്ഷെ ഞാനത് കാര്യമാക്കാതെ കുറച്ച് 1 month കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇത് പിന്നെ ഡോക്ടർ അടുത്ത് ചെന്നപ്പോഴാണ് പറയുന്നത് ഇത് MRI ഒക്കെ എടുത്തു. അപ്പൊ ചെറിയതായിട്ട് ഇങ്ങനെ ആ ഒരു L5 കാണുന്നു. ഓക്കെ, ഇന്ന് ഭയങ്കര പെയിൻ ആണ്. അതുകൊണ്ട് വേറെ എക്സസൈസ് ഒന്നും ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, അവർ പറഞ്ഞ എക്സസൈസ്. ഓക്കെ, ഞങ്ങള് പറഞ്ഞു തരാം. കുറച്ച് സമയം കൂടെ ഉള്ളൂ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, സോ താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു. ബൈ. നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്. ഹലോ. ഹായ്. പേര് പറയൂ. സഫ്ന. എവിടുന്ന് വിളിക്കുന്നു? ദുബായ്. പറഞ്ഞോളൂ സഫ്ന. Dr. Rini, good afternoon. I actually have PCOS and എനിക്ക് first pregnancy ആയത് treatment through ആണ്. Okay, now I have a son who's 2 years old and I'm looking for my next pregnancy. So again the doctor has prescribed me that I have to take 2 injections, like Menagor എന്ന് പറഞ്ഞിട്ടുള്ള injections, and only then I can get pregnant. Appam, is there any natural way of conceiving PCOS or any food control or anything that I can do on my own? Okay, I'm sorry. PCOS ന്റെ എത്ര ലെവൽ വരയ്ക്കും ഉണ്ടെന്നാ പറഞ്ഞേ? PCOS ആക്ച്വലി എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ നല്ലോണം കഴിക്കാറുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കുമ്പോൾ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. She told me to stop everything, like on sweets. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു.
ഓക്കെ ഗ്ലൂക്കോഫേജ് മെറ്റാഫേജ് അതൊക്കെ തന്നിരുന്നു. ഗ്ലൂക്കോഫേജ് തന്നു. എനിക്ക് ഇഫ് ഐ ഹാവ് ടു ഗെറ്റ് പ്രഗ്നന്റ് ഐ ഹാവ് ടു ടേക്ക് ഗ്ലൂക്കോഫേജ്, ഫോളിക് ആസിഡ് ആൻഡ് ഡുഫെസ്റ്റോൺ. ഡുഫെസ്റ്റോൺ എന്നിട്ട് she gave me 2 injections, Medigar ennu പറഞ്ഞിട്ടുള്ളത്. Then she gave me Clomid for 5 days. Okay. That's how I got pregnant. Okay. You having twins or someone? No, I'm having only one. I'm praying that I should get twins. Okay. So ippalta concern ennu parayunnathu I want to get pregnant again. So എനിക്കൊരു ട്രീറ്റ്മെന്റ് ഒഴിവാക്കിയിട്ട് ഒരു നാച്ചുറൽ വേ ഓഫ് pregnancy, is it possible? Okay. Clomid, glucophage, metaphage എല്ലാം പോയ സ്ഥിതിക്ക് the height of PCOS is little high. Okay. So നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ start having more of broccoli. Okay. And next is purple cabbage. Okay. Purple cabbage-ഉം ബ്രൊക്കോളിയും ഡെയിലി ഫുഡിൽ ആഡ് ചെയ്യുക. Okay. And then you go walking. ആ വാക്കിങ്ങിൽ പകുതി you will have to climb your steps. Okay. സ്റ്റെപ്സ് നല്ലോണം ക്ലൈംബ് ചെയ്യാൻ നോക്കുക. Okay. ക്ലൈംബും ചെയ്യുക, ഇറങ്ങി കയറുക. PCOSന് ബെസ്റ്റ് എക്സസൈസ് ആണ് സ്റ്റെയർസ് ക്ലൈംബ് ചെയ്യുക. Okay. ആൻഡ് കമ്മിങ് ഡൗൺ. ഒന്ന്. രണ്ടാമത്തത് സ്ക്വാട്ട് ചെയ്യുക. Okay. ഇത്രയും PCOSൽ ഇത്രയും മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് കഴിച്ചുണ്ടായിരുന്നതുകൊണ്ട് ദാറ്റ് മീൻസ് ദാറ്റ് അതിന്റെ ഹൈറ്റും അതിന്റെ ആ ഒരു സിവിയറിറ്റിയും കുറച്ച് കൂടുതലാണ്. Okay, I'm just 24 years. I know, but ആ ഒരു മെഡിസിന്റെ ലെവൽ പോയിരിക്കുന്നത് അത്രയും പോയിട്ടുണ്ട്. ഓക്കെ. സോ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ബ്രൊക്കോളിയും പേർപ്പിൾ ക്യാബേജും ഈ എക്സസൈസസും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ആ ഒരു കൺട്രോൾ സ്റ്റേജിൽ വരും. പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്ന സമയത്ത് they will definitely advise you, why don't you get an ovulation calendar and an ovulation check ചെയ്യാനുള്ള ഒരു സ്ട്രിപ്പ്. Okay. Because PCOS ഉള്ളവർക്ക് ഓവുലേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. Okay. അപ്പൊ ആ ഒരു സ്ട്രിപ്പ് വാങ്ങി വെക്കുക. എന്നിട്ട് യു ഹാവ് ടു ജസ്റ്റ് അതിൽ നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ നോ വെൻ ഇസ് യുവർ ഓവുലേഷൻ. But my periods date keep very അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓവുലേഷന്റെ ആ ഒരു ഇത് വാങ്ങിച്ചു വെക്കണം എന്ന്. ബിക്കോസ് യു ആർ ട്രൈങ് ടു കൺസീവ്. ആ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഓവുലേഷന്റെ ആ ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചു വെച്ചാൽ യു വിൽ നോ ഹൗ ടു യു വിൽ നോ വെൻ ഇറ്റ് ഇസ്. ആൻഡ് ദെൻ യു ക്യാൻ ക്ലിയർലി ഡിറ്റക്ട്. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിറ്റക്ഷൻ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് definitely fast food affect ചെയ്യും. Okay. So please control all that and try to include more of broccoli and purple cabbage. It will help you out. Okay. All right. Thank you for calling. Thank you so much. Yeah. Okay. Vinia, okay ആണല്ലോ അല്ലേ? Yeah, I'm okay. Okay. അപ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹായ്. ഞാൻ രേഷ്മയാണ് വിളിക്കുന്നത്, ദുബായിൽ നിന്നാണ്. ഓക്കെ. രേഷ്മ ചോദിച്ചോളൂ. ഞാൻ PCOD ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ തന്നെയാണ് വിളിച്ചത്. ഇപ്പൊ ലാസ്റ്റ് കോളർ അതാ പറഞ്ഞത് കേട്ടോണ്ടിരുന്നു ഞാൻ. പറയൂ. ഞാൻ ഇപ്പൊ she was telling I wanted to get pregnant. Yes. Something like that, right? ഞാൻ അതാ അത്രേ കേട്ടുള്ളൂ. ഓക്കെ. സോറി. നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്. ഹലോ. ഹായ് ഡോക്ടർ. പറയൂ. എന്റെ പേര് സ്നേഹ. സ്നേഹ. ഓക്കെ. ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നു. സ്നേഹ പറ. ആക്ച്വലി എനിക്കൊരു 3 months ബിഫോർ ഒരു ലംബാർ ഇഞ്ചുറി ഉണ്ടായിരുന്നു. 6 months മുമ്പ്? അല്ല, 3 months മുന്നേ ഒരു ലംബാർ ഇഞ്ചുറി വന്ന്. ഓക്കെ. അപ്പോ അതിലെനിക്ക് L4 L5 ഡിസ്കിന് പ്രൊലാപ്സും വന്നു. പിന്നെ ഒരു പോസ്റ്ററോ സെൻട്രൽ ഡിസ്ക് ബൾജ് ഉണ്ട്, ടേക്കേഴ്സ് ആക്യുലർ. ഓക്കെ. സോ ഈ L4 L5 വന്ന സമയത്ത് were you under belt and tracks? I didn't get it, doctor. ഹലോ. ഓക്കെ. ഈ L4 L5 വോളിയം ഒന്ന് കുറച്ചൊന്ന് കുറയ്ക്കാമോ? മ്യൂട്ട് ചെയ്തേക്കാണ്. ഓക്കെ. L4 L5 വന്ന സമയത്ത് were you wearing a belt? Were you under belt or tracks? അല്ല, ഇപ്പൊ ഞാൻ ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ L4 L5 വന്ന സമയത്ത് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
L4 L5 വന്നപ്പോ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് സപ്പോർട്ടിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നെ? നടക്കുന്നുണ്ടായിരുന്നില്ല. You were completely down on bed. Bed rest ആയിരുന്നു. 1 month bed. 1 month bed rest ആയിരുന്നു. പക്ഷെ you didn't have something to tie up. ഇല്ല. ഒന്നും തന്നെ ട്രാക്സ് പോലെയോ ഇല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യണ പോലെ ഒന്നും തന്നെ തന്നിട്ടുണ്ടായിരുന്നില്ല? ബെൽറ്റ് തന്നിരുന്നു. ഞാൻ നാട്ടിലായിരുന്നു ആ സമയത്ത്. അപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്. അപ്പൊ ബെൽറ്റ് തന്ന ബെൽറ്റ് യൂസ് ചെയ്തിട്ടില്ല? ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് യൂസ് ചെയ്തിട്ടില്ല? ആ സമയത്ത് യൂസ് ചെയ്തിട്ടില്ല. ആക്ച്വലി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു ഡോക്ടർ. അപ്പൊ ഇപ്പൊ ഇവിടെ ഫിസിയോതെറാപ്പിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ MRI സ്കാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. ശരി. അപ്പൊ ചെയ്ത സമയത്താണ് ആ സ്കാനിലാണ് കണ്ടത് എന്റെ 2 ഓവറീസിൽ സിസ്റ്റ് ഉണ്ട്. ഓക്കെ. ഒരു ഓവറിയില് അത് 7 സെന്റിമീറ്റർ ആണ്, കുറച്ച് ഡാർക്ക് കളറിലാണ്, മറ്റൊരു 4 സെന്റിമീറ്ററിലാണ്. ഓക്കെ. പീരിയഡ്സ് എത്ര മാസം കൂടുമ്പോ വരും? എനിക്ക് റെഗുലർ 28 ഡേയില് പീരിയഡ്സ് വരും. ഓക്കെ. വരണ സമയത്ത് നല്ല പെയിൻ ഉണ്ട്? ഇല്ല, നോർമൽ ആയിട്ട് ഒരു ചെറിയ മൈൽഡ് പെയിൻ ഉണ്ടാവും സാധാരണ പോലെ. ഓക്കെ. ഈ 7 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററിനെയും ചെക്ക് ചെയ്ത സമയത്ത് എവിടെയായിട്ടാണ്? ഫൊലോപ്പിയൻ ട്യൂബിലാണോ, യൂട്രസിന്റെ ഉള്ളിലാണോ, വാളിലാണോ? ഓവറീസിലാണ്. ഓക്കെ. എന്ത് പറഞ്ഞു ഡോക്ടേഴ്സ്? അൾട്രാസോണിക് എടുക്കാൻ പറഞ്ഞു. അപ്പൊ എൻഡോമെട്രിക് സിസ്റ്റ് ആണോ? അതെ. അപ്പോ ബാക്കിയുള്ള ഓർഗൻസിലൊന്നും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അൾട്രാസോണിക്. ഓക്കെ. എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഡിഡ് ദേ സജസ്റ്റ് സം എന്താ പറയാ സർജറി ഓർ സംതിങ്? സർജറി മീൻസ് ലാപ്രോസ്കോപ്പി പറഞ്ഞിരുന്നോ? ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് ഇൻഷുറൻസിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. പ്ലീസ് ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ആണല്ലേ? യെസ്, ബിക്കോസ് ഇറ്റ് ഇസ് 7 സെന്റിമീറ്റർ. ഡു നോട്ട് ടേക്ക് എ ചാൻസ്. ഓക്കെ ഡോക്ടർ. ആൻഡ് മറ്റേത് 4 സെന്റിമീറ്റർ ഓൾറെഡി ആയി കഴിഞ്ഞു. ഓക്കെ. ഡോണ്ട് ടേക്ക് എ ചാൻസ്. നോ മോർ വെയിറ്റിംഗ്. ആക്ച്വലി എനിക്ക് 29 ഇയേഴ്സ് ആയി ഡോക്ടർ. പിന്നെ ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല. ഐ നോ യു ആർ വറിഡ്. I know you are worried. Don't you worry. ഇതിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ നമുക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ചെയ്തേ പറ്റൂ. ഡോണ്ട് ഡിലേ. ഐ വുഡ് സേ ഡു നോട്ട് ഡിലേ ഫർദർ അറ്റ് ഓൾ. ഒന്ന് 7 സെന്റിമീറ്റർ, ഒന്ന് 4 സെന്റിമീറ്റർ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഡോക്ടർ, ഇതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്തപ്പോഴേ ഒരു LSIS എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയി മനസ്സിലായില്ല. എന്റെ അടുത്ത് പറഞ്ഞത് ഈ സെർവിക്സിന്റെ സ്റ്റാർട്ടിംഗിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതിന് കോളോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ റിയ, നമുക്ക് ടൈം കുറവായോണ്ട് നമ്മൾ പറയാം ഈ ഷോയില്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്. ലാസ്റ്റ് കോളർ ആണ്. ഹലോ. ഹായ്. ഹായ് ആരതി. ഹായ് വിനി. ഹായ്. Who is this? I am Needu from Sharjah. Hi Needu. എനിക്ക് എന്റെ ബേബി ഗേളിന് ഇപ്പോ 1 ഇയർ ആയി ഈ മന്തില്. മോൾക്ക് വെയിറ്റ് കുറവാണ്. ജനന സമയത്ത് 3,305 ആയിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. 3,305 വെയിറ്റ് കുറവാണോ? അല്ല, ഇപ്പോ മോൾക്ക് 1 വയസ്സായല്ലോ. അപ്പൊ ഇപ്പൊ 7 കിലോ ഉള്ളൂ. ഓക്കെ. അപ്പൊ അവൾ ഇപ്പൊ ഈ പ്രായത്തില് വേണ്ട അവരുടെ ഫുഡിന്റെ ഇത് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഡെയിലി എങ്ങനെയാണ്? How is she? She is active? ആക്റ്റീവ് ആണ്. ഓക്കെ. കൊടുക്കുന്ന ഭക്ഷണം മടി കൂടാതെ കഴിക്കുന്നു? മടിയുണ്ട്. എന്നാലും ഒരു 1 ഇയർ ഓൾഡ് ബേബിക്ക് ഉണ്ടാവുന്ന മടി അല്ലാതെ എനിക്ക് ഭക്ഷണം തന്നെ വേണ്ട എന്നുള്ള ലെവലിലൊന്നും ഇല്ലല്ലോ? അങ്ങനെയില്ല. ടൈം എടുത്തായാലും കഴിക്കും കുറച്ച്. ഓക്കെ. എന്താണ് കൊടുക്കണേ? രാവിലെ ദോശയാണ് ഇഷ്ടം. ദോശ, ഇഡ്ഡലി, അല്ലെങ്കിൽ കടല, ഒരു ചെറിയ ബൗളിൽ കടല തൊലി കളഞ്ഞിട്ട് കൊടുത്താ അത് കഴിക്കും. ഓക്കെ. നമ്മുടെ ചോറ് കാര്യങ്ങള്? ചോറ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടാണ്. പിന്നെ എന്തിനാ മമ്മി വിഷമിക്കണേ? അല്ല, എനിക്ക് ഡയറ്റ് ചാർട്ട്, ഇവരുടെ ഫുഡ് ചാർട്ട് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ 1 വയസ്സ് കഴിഞ്ഞ? 1 വയസ്സ് കഴിഞ്ഞാലും നമ്മൾക്ക് വേണ്ട എരിവൊക്കെ ഇഷ്ടമാണോ? അതെ. നമ്മളുടെ ഭക്ഷണ രീതിക്ക് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക. സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടിക്ക് ഒന്നും തന്നെ കൊടുക്കണ്ട. ഷീ ഈസ് വെരി ആക്റ്റീവ്. ഷീ ഈസ് അക്സെപ്റ്റിംഗ് ദ ഫുഡ്. 1 or 2 പ്രാവശ്യം ആണെങ്കിലും കുറച്ചൊന്ന് ആ ഒരു ടൈം എടുത്തിട്ടാണെങ്കിലും ഷീ ഈസ് ഈറ്റിംഗ് ഹർ ഫുഡ്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഷീ ഈസ് 7 kgs. ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ അറ്റ് ഓൾ. നമുക്ക് വേണ്ട ഭക്ഷണം കുട്ടിക്ക് കൊടുക്കാനുള്ള ഒരു ലെവലിലാണ് കുട്ടി നിൽക്കുന്നത്. സോ ഡോണ്ട് യു വറി. ജസ്റ്റ് വാച്ച് ഓൺ ഹെർ മൈൽ സ്റ്റോൺ ആസ് വെൽ ആസ് ഹെർ ആക്ടിവിറ്റീസ്.
ഓക്കെ മാം, ഇന്നലെ വൈകിട്ട് തൊട്ട് മോൾക്ക് ഛർദിയും പിന്നെ ഇന്ന് തൊട്ട് ലൂസ് മോഷനും ഉണ്ട്. അപ്പൊ പല്ല് വരണ്ടോ? പല്ല് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്നലെ ഉച്ചക്ക് ചിക്കൻ കഴിച്ചിരുന്നു, അതിന്റെ ആണോ ഡൈജഷൻ എന്തെങ്കിലും? നോ, ആവാം സാധ്യതയുണ്ട്. പക്ഷെ ഈ എന്താണ് വായിലൊന്ന് നോക്കൂ, ചിലപ്പോ വേറെ പല്ലും കൂടി വരുന്നുണ്ടാവും. എങ്ങനെയുണ്ട് മോഷന്റെ കളറ് വെള്ളം പോലെയാണ്, ലൈറ്റ് യെല്ലോ കളറും ഭയങ്കര ബാഡ് സ്മെല്ലും ആണ്. സംതിങ് ടു ഡു വിത്ത് ഗ്യാസ്ട്രിക് ആൻഡ് ഇൻഡൈജഷൻ. എത്ര പ്രാവശ്യം പോയി? 2-3 വട്ടേ പോയുള്ളൂ. ഓക്കെ. ഇപ്പൊ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ കഞ്ഞിവെള്ളത്തിൽ നാരങ്ങ നീര് ആക്കി കൊടുത്തപ്പോ പിന്നെ പോയിട്ടില്ല. കഞ്ഞിയുടെ വെള്ളത്തിൽ എന്തിട്ട് കൊടുത്തു? നാരങ്ങ നീര് തുള്ളി ആക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു അമ്മ. അത് ഞാൻ കൊടുത്തതിന് ശേഷം പിന്നെ ഛർദിച്ചിട്ടോ വയറ്റിന് പോയിട്ടോ ഇല്ല. ഓക്കെ, കഞ്ഞിയുടെ വെള്ളത്തിൽ നാരങ്ങ ഇട്ടിട്ടുള്ള തുള്ളി ഇനി വേണ്ടാട്ടോളൂ. ബിക്കോസ് ഗ്യാസ്ട്രിക്കും ആസിഡിറ്റിയും കൂടി നിൽക്കുന്ന സമയമാണ്, കൂടുതൽ കൊടുക്കണ്ട. കഞ്ഞിയുടെ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കൂ. ഓക്കെ നീതു, ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയി. സോ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, സോ ഒരുപാട് സത്യം. അപ്പോ ഇന്ന് വേൾഡ് യോഗ ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ പറയാനുള്ളത്, നമ്മുടെ ദേഹം ഒരുപാട് കാലം നിലനിന്ന് പോകുന്ന കാര്യമാണ്. നമ്മൾ ഈ ഒരുപാട് കാര്യം എക്സ്പെൻസീവ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായം, ഇൻവെസ്റ്റ് ഓൺ യുവർ ബോഡി എന്ന് ഞാൻ പറയും. അപ്പം അടുത്ത ദിവസം കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.